ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നാവിഗേറ്റ് റൗട്ട്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ ആപ്പ് ഡോട്ട് റൗട്ട്സ് ഡോട്ട് ടി എസിൽ റൗട്ട്സ് എല്ലാം ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് അതിലോട്ട് നമുക്ക് നമ്മുടെ HTML ഫയലിൽ നിന്ന് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ആപ്പ് ഡോട്ട് റൗട്ട്സിൽ പോയിട്ട് നമ്മുടെ ലിങ്ക്സ് എന്തൊക്കെയാണെന്നത് കാണിച്ചു തരാം. നമുക്ക് അഡ്മിൻ ഉണ്ട്, എറർ ഉണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്, പിന്നെ യൂസർ ഉണ്ട്. യൂസറിന് വേറെ ഔട്ട്ലെറ്റ് ആണ്. അപ്പം തൽക്കാലത്തേക്ക് യൂസറിൻ്റെ ഈ ഔട്ട്ലെറ്റ് ഞാൻ എടുത്ത് മാറ്റുകയാണ്. നമുക്ക് പിന്നീട് യൂസർ ഔട്ട്ലെറ്റ് കൊടുക്കാം. ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു നാവിഗേഷൻ നമുക്ക് കാണാം. ഇപ്പം ആദ്യം നമുക്ക് സ്റ്റുഡൻറ്റിലോട്ട് എങ്ങനെ നാവിഗേറ്റ് ചെയ്യുമെന്ന് നോക്കാം. സ്റ്റുഡൻറ്റിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈ റൗട്ടർ ലിങ്ക് ഈക്വൽ ടു ഇപ്പം ആപ്പ് ഡോട്ട് HTML പോയതിന് ശേഷം ഒരു ആങ്കർ ടാഗ് എഴുതുക. ആങ്കർ ടാഗിനകത്തോട്ട് റൗട്ടർ ലിങ്ക് ഈക്വൽ ടു /student സ്റ്റുഡൻറ് ഏരിയ എന്ന് പറഞ്ഞ് കൊടുക്കുക. നമുക്ക് നാവിഗേറ്റ് ടു സ്റ്റുഡൻറ് ഏരിയ എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നാവിഗേറ്റ് ടു സ്റ്റുഡൻറ് ഏരിയ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ സ്റ്റുഡൻറ് വർക്ക്സ്, നമ്മുടെ പ്രൈമറി ഏരിയയിൽ സ്റ്റുഡൻറ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻറ് നാവിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള നാവിഗേഷൻ ആണ്. റൗട്ടർ ലിങ്ക് ഈക്വൽ ടു സ്റ്റുഡൻറ് ഏരിയ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇനി ആബ്സല്യൂട്ട് ഓർ റിലേറ്റീവ് ലിങ്ക്സ് ഉണ്ട്. റിലേറ്റീവ് ലിങ്ക് എന്ന് പറയുന്നത് കറണ്ട് റൗട്ട് ലൊക്കേഷൻ റിലേറ്റീവ് ആയിട്ട് നമുക്ക് ലിങ്ക് എഴുതാൻ പറ്റും. ആബ്സല്യൂട്ട് ലിങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും വിത്ത് പ്രോട്ടോകോൾ ലിങ്ക് നമ്മൾ കൊടുക്കും. ഇപ്പം നമ്മൾ ഇപ്പം href is equal to full angular dev dot essentials കൊടുത്താൽ അബ്സല്യൂട്ട് പാത്ത് ആണ്. ഫുൾ അതിൻ്റെ പോർട്ട് അടക്കം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് പോർട്ട് എന്ന് പറയുന്നത് ആംഗുലർ ഡോട്ട് ഡെവ് ആണ്. ആംഗുലർ ഡെവിനകത്ത് /essentialലേക്ക് ട്രാവൽ ചെയ്യാന്ന് പറയും. ഫസ്റ്റ് എക്സാമ്പിളിനകത്ത് ഫുൾ പാത്ത് ആണ്. റൂട്ട് ഡൊമൈൻ ആയിട്ടുള്ള ആംഗുലർ ഡോട്ട് ഡെവ് ഉണ്ട്. എക്സ്പ്ലിസിറ്റ്ലി defined for essential pages. Second example assumes user is already in the current domain for /essentials. നമ്മളിപ്പോൾ ഇവിടെ മെയിനിൽ ചെയ്തേക്കുന്നത് റിലേറ്റീവ് റൗട്ട് നാവിഗേഷൻ ആണ്. കാരണം നമ്മൾ ഓൾറെഡി എവിടെയാണ് ഉള്ളത്, നമ്മൾ ഓൾറെഡി ലോക്കൽ ഹൗസ് 4200 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് കൊടുത്തേക്കുന്നത്. ഞാനിത് കോപ്പി ചെയ്തിട്ട് ഇപ്പം ഇവിടെ റിലേറ്റീവ് ആണ്. നമ്മൾ ആദ്യ റൗട്ടർ റിലേറ്റീവ് ആണ്. ഇവിടെ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് 4200 HTTP കൊടുത്തു നോക്കാം. നാവിഗേറ്റ് യൂസർ ഏരിയ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. എറർ വർക്ക്സ് ആണ് വരുന്നത്. എന്ത് പറ്റി? ഒരു സ്ലാഷേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് തൽക്കാലം ആംഗുലർ ഡൗട്ട്സ് തന്നെ ഒന്ന് കൊടുത്തു നോക്കാം. എന്ത് വരുമെന്ന് നോക്കട്ടെ.
അവിടെ നോ മാച്ച് എറർ ആണ് വരുന്നത്. കാരണം നമ്മൾ ഈ ആംഗുലർ ഡെവ് എന്ന് പറയുന്ന സംഭവം, ആംഗുലർ ഡെവ് എന്ന് പറയുന്ന റൗട്ടിംഗ് നാവിഗേഷൻ അവിടെ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് റിലേറ്റീവിനകത്ത് അങ്ങനെ വരുന്നത്. യൂസർ ലിങ്ക് ഈക്വൽ ടു ആബ്സല്യൂട്ട് ലിങ്ക്സ് യൂസ് ചെയ്യുമ്പം എച്ച് ആണ് അവർ കൊടുത്തേക്കുന്നത്. റൗട്ടർ ലിങ്ക് അവർ കൊടുത്തിട്ടില്ല. ഈ സെയിം സാധനം തന്നെ ഞാനൊന്ന് റൗട്ടർ ലിങ്കിൽ ഇട്ട് നോക്കട്ടെ, ഇട്ട് നോക്കട്ടെ. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ എഴുതാറില്ല. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് റൗട്ടിലോട്ട് നാവിഗേറ്റ് ചെയ്ത് വരാനുള്ള ചാൻസസും വളരെ കുറവാണ്. യൂസർ വർക്ക്സ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ യൂസർ വർക്ക്സ് വരുന്നുണ്ട്, പക്ഷേ എൻ്റയർ പേജ് റീലോഡ് ആവുന്നുണ്ട്. കാരണം ഞാൻ അവിടെ കൊടുത്തേക്കുന്ന ആണ്, റൗട്ടർ ലിങ്ക് അല്ല. പക്ഷെ റൗട്ടർ ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം നമ്മൾ ആ റിലേറ്റീവ് പാത്ത് കൊടുക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് തോന്നുന്നു. ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഹൗ ടു റിലേറ്റീവ് ആംഗുലർ ഹാസ് ടു സിന്റാക്സസ് ഫോർ ഡിഫൈൻ റിലേറ്റീവ് പാത്ത്. സോ അബ്സല്യൂട്ട് പാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പാത്തും എസെൻഷ്യൽ പാത്തും ഡിഫൈൻ ചെയ്യുക. റൗട്ടർ ലിങ്കിന് 2 സിന്റാക്സ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. ഇത് ജസ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി. അബ്സല്യൂട്ട് പാത്തിന്റെ കാര്യം നമ്മൾ കൂടുതൽ റിലേറ്റീവ് പാത്ത്സ് ആണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റൗട്ടർ ലിങ്കിൽ റിലേറ്റീവ് പാത്ത് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ റൗട്ടർ ലിങ്ക് ഈക്വൽ ടു user/101/twitter ഈ എഴുതിയേക്കുന്ന പോലെ എഴുതാം. അതല്ലെങ്കിൽ റൗട്ടർ ലിങ്ക് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, വിത്തിൻ സ്ക്വയർ ബ്രേസസ് റൗട്ടർ ലിങ്ക് ഈക്വൽ ടു, ഇവിടെ ഒരു സ്ക്വയർ ഇടുക, സ്റ്റുഡൻറ്, സിംഗിൾ ബ്രേസസിനകത്ത് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞിടുക. ടെർമിനേറ്റഡ് ആണല്ലോ. ഓക്കെ, ഇത് വിത്തിൻ ഇവിടെ വിത്തിൻ കോട്ട്സിൽ സിംഗിൾ കോട്ട്സിൽ സ്റ്റുഡൻറ് എന്ന് എഴുതി. നമുക്കിനി ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. നാവിഗേറ്റ് സ്റ്റുഡൻറ് ഏരിയ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ് ബോക്സ് വരുന്നുണ്ട്. അത് വൺ വേ ഓഫ് നാവിഗേഷൻ. ഇനി നമ്മൾ യൂസർ ഡിഫൈൻഡ് താഴത്തെ യൂസർ ഇവിടെ ഒരു BR ഇട്ടേക്കാം. BR ഒന്നും നമ്മൾ ശരിക്കും പ്രൊഡക്ഷൻ കോഡിൽ എഴുതത്തില്ലേ, അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതിപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. യൂസർ ലിങ്ക് ഈക്വൽ ടു user101 ട്വിറ്റർ. ഇതെങ്ങനെ ഈ രീതിയിൽ എഴുതുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ സ്ക്വയർ ബ്രേസസിനകത്ത് നമ്മൾ ആദ്യം യൂസർ 101 ട്വിറ്റർ ഇങ്ങനെ കൊടുക്കും. നമുക്കിനി ഇത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പോയി നോക്കിയിട്ട് വരാം. 101 നാവിഗേറ്റ് യൂസർ ഏരിയ, യൂസർ വർക്ക്സ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. Root domain in Angular allows you to specify whether you want the path to be relative to the current URL or to the root domain based on whether relative path is prefixed with slash or not. For example, if the user is on example/setting, here is how different relative path can be defined for various scenarios. /setting/notifications. ഇങ്ങനെ എഴുതാൻ പറ്റും. യൂസർ example.setting.example/settingലാണ്
ഈ പല സിനാരിയോയിൽ എങ്ങനെ റിലേറ്റീവ് പാത്ത് ഡിഫൈൻ ചെയ്യും? ഒന്ന് നമുക്ക് സെറ്റിംഗ് സ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്ന് കൊടുക്കാൻ പറ്റും. ഇവിടെ സ്ലാഷ് ടീം ഐ ഡി, ഇവിടെ ടീം സ്ലാഷ് 123/user.4/6 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, പല യൂസറിന്റെ URL ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ട് അടുത്ത ഓരോ ഫ്രാഗ്മെന്റ്സ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതി. ഫ്രാഗ്മെന്റ് അല്ല, ഇതിന്റെ റൗട്ട് പാരാമീറ്റർസ് അടുത്ത ഓരോരോ വാല്യൂസ് ആയിട്ട് കൊടുത്തു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ സെക്കൻഡറി റൗട്ട് എന്നൊരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ അത് കവർ ചെയ്തായിരുന്നു. സെക്കൻഡറി റൗട്ട് എന്നുള്ളൊരു കൺസെപ്റ്റിനകത്ത് ഞാനിവിടെ ഔട്ട്ലെറ്റ് ഇസ് ഈക്വൽ യൂസർ ഔട്ട്ലെറ്റ് എന്ന് കൊടുത്തു. നമുക്ക് app.html-നകത്ത് ഓൾറെഡി നെയിം ഈക്വൽ ടു യൂസർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി app.html വന്നതിന് ശേഷം ഇതെങ്ങനെ റൗട്ട് ചെയ്യുന്നത്? എന്താ ഇതുപോലെയാണ് റൗട്ട് ചെയ്യുക. a.route, അതിനുശേഷം നമ്മൾ ഔട്ട്ലെറ്റ്സിന്റെ പേര് കൊടുക്കണം. നമുക്ക് ബൈ ഡിഫോൾട്ട് ഉള്ളത് പ്രൈമറി ആണ്. നമ്മളിവിടെ യൂസർ ഔട്ട്ലെറ്റ് കൊടുത്തു. യൂസർ ഔട്ട്ലെറ്റിലോട്ട് നമുക്ക് ഏത് വാല്യൂ ആണ് പാസ് ചെയ്യാനുള്ളത്? ഇതാണ് നമുക്ക് പാസ് ചെയ്യാനുള്ളത്. user/101/Twitter. ഇത് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എറർ വർക്ക്സ് അടിച്ചു. എന്താണ് എറർ എന്ന് നമുക്ക് നോക്കാം. cannot match any route url/101/user/101/router outlet user outlet എന്നല്ലേ? ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. app.user outlet user outlet :user slot 101/Twitter. വർക്ക് ചെയ്യേണ്ടതാണല്ലോ. സോറി, navigate to user area. ഞാൻ ക്ലിക്ക് ചെയ്ത ഏത് വേറെ ആയിരുന്നു. മാറിയതിന് ശേഷം നാവിഗേറ്റ് യൂസർ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് യൂസർ വർക്ക്സ് എന്ന് പറയുന്നത് യൂസർ ഏരിയയുടെ താഴെയാണ് നമ്മൾ ഔട്ട്ലെറ്റ് കൊടുത്തത്. ഇവിടെ യൂസർ ഏരിയ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തു. അതിന് താഴെയാണ് യൂസർ ഔട്ട്ലെറ്റ് എന്ന് നെയിംഡ് ഔട്ട്ലെറ്റ് കൊടുത്തത്. അതിന് താഴോട്ട് അത് വന്നു. നെയിംഡ് ഔട്ട്ലെറ്റിനെ കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ എന്താണ് നെയിംഡ് ഔട്ട്ലെറ്റ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കിട്ടും. സിമ്പിൾ വീഡിയോ ആണ്, അത് ഫോളോ ചെയ്യുക. ഈ പ്രോഗ്രാമാറ്റിക് നാവിഗേഷൻ ടു റൗട്ട്സ്. ഇത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കവർ ചെയ്തിട്ടുള്ള പാരാംസ് ആണ്. പ്രോഗ്രാമായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി നമ്മൾ നാവിഗേറ്റ് ചെയ്തിട്ടുണ്ട്. app.ts എവിടെ നടക്കുന്നത്? നാവിഗേഷനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നാവിഗേറ്റ് ബൈ URL നമുക്ക് URL ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ router.navigatesനകത്ത് നമുക്ക് ആ URL കൊടുത്ത് എഴുതാൻ പറ്റും. /profile എന്ന് പറഞ്ഞു കൊടുത്താൽ അത് പ്രൊഫൈലിലേക്ക് പോവും. /user/ID/users എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ID എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റൗട്ട് പാരാംസ് നേരത്തെ നമ്മൾ കൊടുത്ത പോലെ users/ നമ്മുടെ കേസിലാണെങ്കിൽ യൂസർ ID എന്ന് പറയുന്നത് 101, Twitter എന്ന് പറഞ്ഞു കൊടുക്കും. അത് ആ ഒരു പർട്ടിക്കുലർ റൗട്ടിലേക്ക് ട്രാവൽ ചെയ്യും. പിന്നെ ഔട്ട്ലെറ്റ്സ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഔട്ട്ലെറ്റ്സ് : ഔട്ട്ലെറ്റ് ID അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ആ ഫ്രാഗ്മെന്റ്സ് ഡീറ്റെയിൽസ് URL ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം നാവിഗേറ്റ് യൂസർ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു.
The first one, navigate to user. നമുക്കിപ്പോൾ അത് അറിയാൻ പറ്റാത്തത് ഇവിടെ നിന്ന് നാവിഗേറ്റ് യൂസർ എടുക്കുമ്പോൾ ഇവിടെ യൂസർ ബഗ്സ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നാവിഗേഷൻ ടു റൗട്ട്സ് എന്ന് പറയുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് പിന്നെ ഉള്ള ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ടു ദിസ് റൗട്ട് എന്ന് പറയുന്നതാണ്. അതും വേറെ കാര്യമായിട്ടൊന്നുമില്ല, ആ പർട്ടിക്കുലർ കമ്പോണൻറ്റിന് റിലേറ്റീവായിട്ട് നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ആപ്പ് ഡോട്ട് റൗട്ട് ഡോട്ട് ടി എസിൽ വന്നിട്ട് ഇവിടെ നമുക്ക് യൂസർ 1 എന്ന് പറയുന്നത് ഏത് റൗട്ടിൻ്റെ റിലേറ്റീവാണ്, യൂസർ ഡോട്ട് ഐ ഡി ഡോട്ട് സോഷ്യൽ എന്ന് പറയുന്ന പർട്ടിക്കുലർ കമ്പോണൻറ്റ്, അതായത് യൂസർ കമ്പോണൻറ്റിനകത്താണ് അതിൻ്റെ ഔട്ട്ലെറ്റ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസർ ഡോട്ട് ടി എസിലോട്ട് പോവാണ്. ടിഎറ്റിൽ പോയിട്ട് നാവിഗേറ്റ് ടു യൂസർ 1. ഇവിടെ നമ്മൾ ഇൻജെക്ട് ഓഫ് റൗട്ട് കൊടുക്കുന്ന ആക്ടിവേറ്റഡ് റൗട്ടാണ്. അത് ഞാൻ റിലേറ്റീവ്ലി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുക്കണ്ട. പ്രൈവറ്റ് റൗട്ട് ഈക്വൽ ടു ഇൻജെക്ട് ഓഫ് ആക്ടിവേറ്റഡ് റൗട്ട് റിലേറ്റീവ് ടു ദിസ് റൗട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നാവിഗേറ്റ് യൂസർ 1 ഞാൻ വിളിക്കാൻ പോവാണ്. യൂസർ ഡോട്ട് എച്ച് ടി എം എല്ലിൽ വന്നിട്ട് നാവിഗേറ്റർ യൂസർ 1 കൊടുത്തപ്പം യൂസർ 1 ബോക്സ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ അതിനകത്ത് ഡിഫറൻസ് എന്ന്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ റൗട്ട് എടുത്ത് കളയാന്ന് വെച്ചോ. നമുക്ക് എന്താണ് ഡിഫറൻസ് എന്ന് അറിയാമല്ലോ. ഇവിടെ സ്റ്റുഡൻറ് സ്ലാഷ് യൂസർ സ്ലാഷ് യൂസർ എന്ന് കിടക്കുന്നുണ്ട്. ഞാൻ ആദ്യം യൂസറിലോട്ട് നാവിഗേറ്റ് ചെയ്തു. യൂസർ 1ലോട്ട് നാവിഗേറ്റ് ചെയ്യുമ്പം അവിടെ നോ മാച്ച് എറർ അടിക്കുന്നു. കാരണം നമ്മളിവിടെ നാവിഗേറ്റ് അടിക്കുമ്പം ഇത് ആപ്പ് ഡോട്ട് റൗട്ട് ഡോട്ട് ടി എസിൽ പോയിട്ടാണ് യൂസർ 1 തപ്പുന്നത്. ആപ്പ് ഡോട്ട് റൗട്ട് ഡോട്ട് ടി എസിൽ ഡയറക്റ്റ് ആയിട്ട് യൂസർ 1 ഇല്ല. യൂസർ 1 എവിടെയേ ഉള്ളൂ, റിലേറ്റീവ് ടു ദിസ് റൗട്ടേ ഉള്ളൂ. ആ യൂസർ 1 എന്ന് പറയുന്നത് ആപ്പ് ഡോട്ട് റൗട്ട് ഡോട്ട് ടി എസിൽ വന്നു കഴിഞ്ഞാൽ യൂസർ സ്ലാഷ് ഐ ഡി ഡോട്ട് സോഷ്യലിൻ്റെ ചിൽഡ്രൻ ആണ്. അപ്പോൾ റിലേറ്റീവ് ടു ദിസ് റൗട്ടാണ്, അത് റിലേറ്റീവ് ടു യൂസർ കമ്പോണൻ്റ് ആണ്. അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഓൾമോസ്റ്റ് സിമ്പിൾ ടോപ്പിക്കാണ്, എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ കിട്ടുന്ന നോട്ടിഫിക്കേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.